റിയൽമിയുടെ റിയൽമി 8i എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 8i എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് റിയൽമി 8i വരുന്നത്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്രഷ് റേറ്റ് ഫോണിൽ പ്ലേ ചെയ്യുന്ന കണ്ടൻസിനനുസരിച്ചിട്ട് 30, 48, 50, 60, 90 അതല്ലാന്നുണ്ടെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഏകദേശം 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. പിന്നെ ബ്രൈറ്റ്നസ് 1 നിറ്റ്സ് വരെ കുറയ്ക്കാനും കഴിയുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രെയിൽ പ്രോ പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഈ ഒരു ഫോണിൽ ഫ്ലോയിങ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്ക് ബീം ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പേസ് ബ്ലാക്കും അതുപോലെ തന്നെ സ്പേസ് പർപ്പിളും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കറക്റ്റ് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണെന്നുള്ള കാര്യം. അങ്ങനെയല്ല, ശരിക്കും ഇത് ഫുള്ളായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് വെർഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ GPUയുടെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സറിൽ മാലി G57 എന്ന GPU ആണ് വരുന്നത്. എന്നാൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മാലി G76 എന്നുള്ള GPU ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറിൽ കിട്ടുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഒരു അപ്ഗ്രേഡും കാര്യങ്ങളും വരുന്നില്ല എന്നൊന്നുമല്ല. ചില അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിലും വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടാൻ കാരണം ഈ ഒരു പ്രോസസ്സർ ആയതുകൊണ്ടാണ്. G95 എന്നുള്ള പ്രോസസ്സർ ആണെങ്കിൽ ഈ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. ഈ ഒരു മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറായിട്ട് ഈ ഒരു പ്രോസസ്സറിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ, അതായത് ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 30 4G എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ ഈ ഒരു മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പം അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU ഒക്കെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ 5G ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 5GB റാം വരെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന പോർട്രേറ്റ് ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അവർക്ക് കൊടുക്കായിരുന്നു. ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എടുത്ത് ഒഴിവാക്കുന്ന ഒരു ട്രെൻഡ് 5G ഫോണുകൾ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. 5G കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ഫോണുകളിൽ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോംപ്രമൈസ് ആയിരുന്നു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിങ് എന്നുള്ള കാര്യം. പക്ഷേ അത് 5G ഫോണുകളുടെ കാര്യത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇതൊരു 4G ഫോണാണ്. ഈ ഒരു ഫോണിൽ കോംപ്രമൈസും കാര്യങ്ങളൊന്നും വരുത്തേണ്ട ഒരാവശ്യമില്ലായിരുന്നു. മുമ്പൊക്കെ റിയൽമിയുടെയും റെഡ്മിയുടെ ഒക്കെ ഒരു 4G ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ഫോണിൽ അത് മിസ്സിംഗ് ആണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ റിയൽമി നാർസോ 30 4G എന്ന ഫോണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ. പക്ഷേ ഈ ഒരു ഫോണിൽ വെറും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്.
പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. അതുപോലെ തന്നെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്. സെപ്റ്റംബർ 14-നാണ് ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ നടക്കുന്നത്. പിന്നെ HDFCയുടെ അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme 8i എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ Realme Narzo 30 4G എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ ശരിക്കും ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.